പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയാണെങ്കിൽ ഗോവിന്ദനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നവ്യ വന്നിട്ട് നയനയോട് പറയാണ്, നിന്നെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് ഇങ്ങനെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്റെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു നയനയോടാണെങ്കിലും. അപ്പോൾ നയനയാണെങ്കിലും പോകാനൊന്നും തയ്യാറല്ല. അതുപോലെ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നേ, മോക്ക് വേണമെങ്കിൽ പോവാം, പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ള അതിലങ്ങ് ജീവിച്ചോണം എന്നൊക്കെ പറയണം. അപ്പോഴേക്ക് കനകയും വന്നിട്ട് അതന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മോള് പോകുന്നതിൽ തെറ്റൊന്നുമില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിപ്പില്ല എന്ന് കരുതി വേണം ജീവിക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരു ചടങ്ങിന് വരാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മോളെ അവഗണിക്കുന്ന അമ്മായിയമ്മേനെയല്ലേ കാണേണ്ടി വരുന്നത്, അതുകൊണ്ട് ഇനി അത് പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ചങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നയനിക്കാണെങ്കിലും ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ. അപ്പം നിനക്ക് ഓഫീസിലേക്ക് പോയിക്കൂടെ ആദർശേട്ടൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം കൂടെ കഴിയട്ടെ എന്നിട്ട് പോവാം, ആദർശേട്ടൻ വിളിച്ചാൽ പിന്നെ വീട്ടിലേക്കും പോകണ്ടേ, അത് ഇങ്ങനെ പാടില്ല എന്നല്ലേ അച്ഛനും അമ്മയും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കനകയാണെങ്കിലും അതന്നെ പറയുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞങ്ങൾ കാണാൻ ഇങ്ങോട്ട് വരരുത്, അവിടെ തന്നെ അങ്ങ് ജീവിച്ചോണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പം നവ്യക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട് അവരങ്ങനെ പറയുന്ന സമയത്ത്. എന്നാലും അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്തിനാന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഗോവിന്ദൻ്റെയും കനകയുടെയും നിലപാട് അതന്നെയാണ്. അപ്പോഴേക്കും ആദർശം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശം വന്നിട്ടും ചോദിക്കുന്നത് എന്തായി, ഇവളെ അങ്ങോട്ട് വിടുന്ന കാര്യം എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോഴും ഗോവിന്ദൻ പറയുന്നത്, ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ മോളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മോന് വേണമെങ്കിൽ ഇവളെ വിളിച്ചുകൊണ്ട് പോവാം, അതിന് ഞങ്ങൾ ഇങ്ങനെ തടസ്സമൊന്നും നിൽക്കില്ല എന്ന് പറയട്ടെ. ആദർശാണെങ്കിലും നയനയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ ആദർശാണെങ്കിലും പറയുകയാണ്, നിനക്ക് അങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ കയറി വരാൻ പറ്റുന്നൊരു വീടല്ല അത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നയനയൊക്കെ ആണെങ്കിലും ആകെ വിഷമാണ് കേട്ടോ അങ്ങനെ ആദർശ് പറയുന്ന സമയത്തും. പിന്നീട് കനക അങ്ങനെ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോനെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, മോൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ മോൻ വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ മോനോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മോൻ ഇങ്ങോട്ട് വരുമോ അതോ മോൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ ഒരു ഇതല്ലേ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ, ഞങ്ങളിതിങ്ങനെ കുറേ ആയല്ലോ കാണുന്നത്, നൈനമോളെ അത്രയ്ക്കും ഇങ്ങനെ അവഗണിച്ച് ആണല്ലോ മോൻ്റെ അമ്മ നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കാണാനുള്ളതൊന്നും ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ചടങ്ങിനും ഒന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, മോള് ഇങ്ങനെ ആദർശമോൻ്റെ കൂടെ വരികയാണെങ്കിലും ഇനി ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ള അതിലങ്ങ് ജീവിച്ചോണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നൈനേനെ കൂടെ വിടുന്നതിലൊന്നും അവർക്കൊരു കുഴപ്പമില്ല, പക്ഷേ നൈന ആദർശിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിലും പിന്നെ അവരെ കാണാനായിട്ട് വരരുത് എന്നുള്ള ആ ഒരു നിലപാടാണ് കേട്ടോ കനയ്ക്കും ഗോവിന്ദനാണെങ്കിൽ. അപ്പോൾ അവരതങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശിനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. ആദർശ് ഇങ്ങനെ നൈനോട് വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ നൈന ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോഴും ആദർശിനാകെ വിഷമാവുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമ്മേനോട് ചെന്ന് പറഞ്ഞോളാം, അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രമല്ല, നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് ഇങ്ങനെ അവർ വീട്ടിലേക്ക് പോയ സമയത്തും അങ്ങനെ നയനേനെ ഇങ്ങനെ അവഗണിക്കുന്ന പോലെയും ഒക്കെ ഇങ്ങനെ ആണല്ലോ, ഒരു പുറമ്പോക്ക് എന്ന രീതിയിലൊക്കെ തന്നെയാണല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവർ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു, അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയാണ്. പിന്നെ ബന്ധങ്ങൾ തകരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോ ചെറിയ പ്രശ്നങ്ങളാണല്ലോ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിയിട്ട് ഓരോ ബന്ധങ്ങളും തകരുന്നത്, അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആദർശനാണെങ്കിലും നയനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നയനയ്ക്കാണെങ്കിലും ആദർശില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ആ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഇങ്ങനെ മറ്റുള്ളവരും ചുറ്റുള്ളവരും ഒക്കെ മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമ്മേനോട് പറയാമെന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. നയനയാണെങ്കിലും വിളിക്കുന്ന സമയത്ത് നയനയ്ക്കാണെങ്കിലും അങ്ങ് പോകാൻ ഒരു മടി കേട്ടോ. ഇനിയിപ്പോൾ ഗോവിന്ദൻ കനകയൊന്നും അവരെ കാണാൻ അങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും ആദർശിൻ്റെ കൂടെ പോകണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശനാണെങ്കിലും ആകെ ദേഷ്യവും വിഷമമൊക്കെ ഉണ്ട്. ആദർശ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇത് മോനെ എടുത്തു തന്ന വീടാണല്ലോ, ഇവിടുന്ന് ഞങ്ങൾ മാറി തരാനോ ഇറങ്ങി തരാനൊക്കെ തയ്യാറാണെന്ന് പറയട്ടെ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലല്ലോ, ഇവൾ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ എൻ്റെ ഭാര്യ തന്നെയാണ്, നമുക്ക് ആ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്ന് പറയാണ് കേട്ടോ. അല്ല മോൻ്റെ കൂടെ മോള് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങി തരാനുള്ള ഒരു മര്യാദ ഞങ്ങൾ കാണിക്കണമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് അതിലേക്കൊന്നും കാര്യങ്ങൾ പോകണ്ട, ഇവൾ എൻ്റെ ഭാര്യ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. പിന്നീട് വീണ്ടും ഇതന്നെ നയനിനോട്
എന്നോട് പറയുന്നുണ്ടായിരുന്നു മോൾക്ക് വേണമെങ്കിൽ അവൻ്റെ കൂടെ പോവായിരുന്നു, പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഇതിൽ അങ്ങനെ ജീവിച്ചോണം, ഞങ്ങൾക്ക് ഇനി അവിടുത്തെ ഫംഗ്ഷനും അവിടെ ഇതുപോലെ ഒരുപാട് ചടങ്ങൊക്കെ ഉണ്ടാവും, അതിലൊന്നും പങ്കെടുക്കാൻ ഒരു താല്പര്യമില്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മായിമ്മയുടെയും മരുമകളുടെയും കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് അറിയാലോ. പിന്നെ ആദർശാണെങ്കിലും വീട്ടിലേക്ക് വരികയാണ്, ദേവയാനിയാണെങ്കിലും ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിന് ആദർശിന്റെ കൂടെ വരുമോ എന്നുള്ള ആ ഒരു ഇതിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ആദർശ് ഒറ്റയ്ക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആദർശിനോട് ചോദിക്കുകയും ചെയ്യാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആദർശ് അവിടെ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ഒരു നിലപാട് തന്നെയാണ് എന്ന് പറയട്ടെ. അപ്പൊ നൈനേനെ വിളിച്ചപ്പോൾ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരാനുള്ള ഒരു ധൈര്യമൊന്നും കാണിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ നൈനയ്ക്ക് ഇങ്ങനെ നൈനയുടെ മേൽ കൂടുതൽ അവകാശം നിനക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പൊ ഇത് കാലം ഏതാന്ന് അറിയില്ല, ഇപ്പൊ ആർക്കും ആരുടെ മേലിൽ ഒരു അവകാശവും ഇല്ല, അല്ലെങ്കിൽ പിന്നെ അവരത് സമ്മതിക്കണം, അങ്ങനെ ഒരു ഇത് അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ഞാൻ വിളിച്ചപ്പോൾ അവരെ സമാധാനിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറയാണ്ട്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ആദർശനുണ്ട്. അപ്പൊ മോന് നല്ല ദേഷ്യം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാവരും എന്നെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത്, അതുകൊണ്ട് അതുണ്ടാവരുത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും ഉണ്ടാവും. അമ്മയാണല്ലോ അവളെ അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വന്ന സമയത്താണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അവളോട് പെരുമാറായിരുന്നു, അവളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഇങ്ങനെ അവളോട് സംസാരിച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ എല്ലാ പഴിയും കൂടെ എൻ്റെ മേൽ തന്നെയായിരിക്കും, അതുകൊണ്ട് ഇനിയിപ്പോൾ നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ വിളിച്ചതാണ്, അവരൊക്കെ സമാധാനിപ്പിച്ചിട്ട് വരാന്നൊക്കെയാണ് അവൾ പറയുന്നതെന്ന് പറയൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇനി ഇപ്പം അമ്മ എതിർത്താലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് അവളുടെ കൂടെ പോയി ഒരു ദിവസം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെന്തായാലും നടക്കില്ല, ഇനിയിപ്പോൾ അമ്മേനെ തോൽപ്പിച്ചിട്ട് എനിക്ക് ആരുടെ മുന്നിലും ഒന്നും നേടാനില്ല, ഇനിയിപ്പോൾ അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല എന്ന് പറയട്ടെ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും ആദർശ് അതിനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശനാണെങ്കിലും നൈനെ വിളിച്ചിട്ട് വരാത്തതിൽ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. പിന്നീട് ദേവയാനി റൂമിൽ ചെന്നിട്ട് നൈനേനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈനേനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനയാണെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ദേവയാനിയോട് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്നതിൽ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു എതിർപ്പില്ല, പക്ഷെ ഇങ്ങോട്ട് അവരെ കാണാൻ വരരുത് എന്നൊക്കെയാണ് അവർ പറയുന്നത്, അതെനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ദേവയാനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു നമുക്ക് 2 ദിവസം കൂടെ നോക്കാം, എന്നിട്ട് വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്നിട്ട് കനകയും നന്ദും കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനകയ്ക്കും നന്ദുവിനൊക്കെ ആകെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു ഇവരുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ അച്ഛനാണ് ഇതുപോലെ ഇങ്ങനൊരു വാശിയൊന്നും കാണിക്കാറില്ലായിരുന്നു അച്ഛൻ ഈ കാര്യത്തിൽ, ഇതിപ്പോൾ അമ്മേനേക്കാളും വാശിയാണ് അച്ഛനെ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു തീരുമാനം നമുക്ക് എടുക്കാമെന്ന് ദേവയാനി പറയുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു വിഷമം മുഖത്ത് കാണാനുണ്ടായിരുന്നു. നൈനയോടാണെങ്കിലും ദേവയാനി പറയുന്നുണ്ടായിരുന്നു നൈന അങ്ങനെ ആദർശ് വിളിച്ചിട്ട് ചെല്ലാത്തതുകൊണ്ട് ആദർശ് നല്ല ദേഷ്യത്തിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കാമെന്ന് ദേവയാനി പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും കനകയും നന്ദും കൂടെ അവിടുന്ന് പെട്ടെന്ന് മാറുകയാണ് കേട്ടോ. നൈനിയാണെങ്കിൽ അവരെ കാണുന്നില്ല. പിന്നീട് ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കനക പറയുന്നുണ്ടായിരുന്നു അമ്മായിയമ്മയും മരുമകളും നമ്മളെ ഇങ്ങനെ കുറേ കുരങ്ങ് കളിപ്പിച്ചതല്ലേ, ഇനിയിപ്പോൾ അവർ കുറച്ച് നീറട്ടെ എന്ന് പറയാണ്. ഇനിയിപ്പോൾ ആദർശമോൻ വിളിച്ചിട്ട് മോള് പോകാത്തതുകൊണ്ട് വലിയ പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കനകനോട് ഗോവിന്ദൻ. അപ്പോൾ കനക പറയും ഇനിയിപ്പോൾ പ്രശ്നമാവുകയാണെങ്കിൽ അവരതങ്ങ് തീർത്തോളും, അതുപോലെ അല്ലേ ആദർശിനെ അവർ പറ്റിക്കല്ലേ രണ്ടുപേരും കൂടെ എന്ന് പറയാണ്. അപ്പോഴേക്കും നൈനിയാണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ നൈനിയോട് വീണ്ടും ഗോവിന്ദൻ പറയുന്നുണ്ട് മോക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു നിലപാട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നൈന പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരരുത് എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് എല്ലാവരും വേണം, ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വേണം എന്ന് പറയാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ആദർശേട്ടൻ്റെ അമ്മ തന്നെ എടുത്തോളും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നൈന പറയുന്നുണ്ടായിരുന്നു ഇത് ഇന്നൊന്നാലും തുടങ്ങിയതൊന്നുമല്ലല്ലോ, ഇങ്ങനെ ദേവയാനി നൈനേനെ അവഗണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. 7ാം മാസത്തെ ചടങ്ങിന് വന്ന സമയത്ത് അവർ ചേച്ചിനോട് പെരുമാറിയത് ഒരു ഇങ്ങനെ അത്ര നന്നായിട്ടൊന്നുമല്ലല്ലോ, അതുതന്നെയാണ് കേട്ടോ വീണ്ടും അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും ആ സംസാരം തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നൈനയ്ക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവുന്നുണ്ട്. നന്ദു ആണെങ്കിലും അങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല അവർ തുടക്കത്തിലെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ആദർശിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു സഹായമല്ലേ മോള് ചെയ്തത് എന്ന് ആദർശിനോടും അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു എന്തിനാ ചെയ്ത സഹായമൊക്കെ വിളിച്ച് പറയുന്നതെന്ന്.
ചെയ്ത് സഹായം വിളിച്ച് പറയല്ല. അപ്പം ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടതാണല്ലോ മോളോടുള്ള അങ്ങനെ ആദർശ് അമ്മയുടെ പെരുമാറ്റം. അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അത് കാണാൻ ഒന്നും ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ടാണ് എന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ എന്ത് ചടങ്ങ് നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, ഞങ്ങളെ വിളിക്കാനും നിൽക്കണ്ടെന്നൊക്കെയാണ് അവർ രണ്ടുപേരും പറയുന്നത് കേട്ടോ, കനകയും ഗോവിന്ദനും. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നയനയ്ക്കാണെങ്കിലും അങ്ങനെ ആദർശിൻ്റെ കൂടെ പോകാനും പറ്റുന്നില്ല, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവ്യയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇവളാണ് സഹായിച്ചെന്നുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അതറിയാവുന്ന പലരും ആ വീട്ടിലുണ്ടല്ലോ, അവർ വേണ്ടേ ആദർശ് അമ്മേനെ പറഞ്ഞു തിരുത്താനേ എന്നൊക്കെ പറഞ്ഞ് ആ സംസാരം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അബി ആണെങ്കിൽ നവ്യനെ കൊണ്ട് പുറത്തൊക്കെ പോയതാണ്, ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ മോളെ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും വേണ്ട, നീ ഇപ്പം എന്നെ സ്നേഹിക്കുന്നത് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഓരോന്ന് ചെയ്യുന്നത്, നിനക്ക് ലാഭം ഉണ്ടാക്കുന്ന എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്, ഇത് അതുപോലെ ആവാതിരുന്നാൽ മതി, അങ്ങനെ ആവുമ്പോൾ വലിയ വിഷമാവും എന്നൊക്കെ പറയാനുണ്ട്. അബി ആണെങ്കിലും നന്നായിട്ട് അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അബി പറയുന്നുണ്ടായിരുന്നു, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു ഇതൊക്കെ എനിക്കുണ്ട്, അത് ഞാൻ നിന്നോട് വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ പറഞ്ഞതാണല്ലോ. അബി അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ എൻ്റെ വയറും മനസ്സും ഒക്കെ നിറയും, ഇതിങ്ങനെ താൽക്കാലികമായിട്ടുള്ളൊരു സ്നേഹം ആവരുത് എന്ന് പറയാൻ കേട്ടോ, അത് പിന്നീട് അങ്ങനെ ഭയങ്കര വിഷമം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഇത് അങ്ങനെയൊന്നുമല്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിച്ച് നന്നായിട്ട് തകർക്കുന്നുണ്ടായിരുന്നു. പിന്നെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിലെ മുത്തശ്ശന് ഒരു പവർ ഉണ്ട്, അതുകൊണ്ടാണല്ലോ നല്ല ഡിസിപ്ലിനോടുകൂടി ആ ഒരു വീട് മുന്നോട്ട് പോകുന്നത്, പക്ഷെ ഞാൻ കയറി വന്ന സമയത്തുള്ള മുത്തശ്ശനല്ലേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്, മുത്തശ്ശന് അസുഖം വന്നതോടുകൂടി എന്നൊക്കെ പറയുക കേട്ടോ. പാപ്പി പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശനെ ഭയന്നിട്ടൊന്നുമല്ല ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നതും, ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പോരുന്ന സമയത്ത് നിനക്ക് എന്തോ വലിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അബിയാണെങ്കിലും മനസ്സിലോർക്കുന്നത്, ഒരുത്തി ഉണ്ടാക്കി വെച്ച ഒരു ഇതുകൊണ്ടാണല്ലോ എൻ്റെ ഒരു ഗതികേട് എന്നാണ് കേട്ടോ മനസ്സിലോർക്കുന്നത്, നവ്യനെ സ്നേഹിക്കേണ്ടി വരുന്നത്. പിന്നീട് ജയനാണെങ്കിലും ദേവേനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താട്ടോ തനിക്കൊരു വിഷമം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശിന് നല്ല വിഷമമുണ്ട്, ആദർശ് ചെന്ന് വിളിച്ചിട്ട് അവൾ വന്നില്ലേ, അവളുടെ ഒരു അഹങ്കാരം നോക്കണേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾക്കല്ല, നമ്മുടെ മോൾക്കല്ല അഹങ്കാരം, അവളുടെ അമ്മായിയമ്മയ്ക്കാണ് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നയനയോട് നന്നായിട്ട് പെരുമാറത്തിനെ കുറിച്ചൊക്കെ ജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് നീ മോളെ ഇൻസൾട്ട് ചെയ്തല്ലേ സംസാരിച്ചത്, അപ്പോൾ അവർക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് പറയാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിന്റെ പെരുമാറ്റം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആദർശ് വിളിച്ചപ്പോൾ മോൾ വരാത്തത് മോളുടെ അച്ഛനോടും അമ്മേനോടൊക്കെ മോൾക്ക് നന്നായിട്ട് കൂറുണ്ട്, ഇതുവരെ വളർത്തി വലുതാക്കിയത് അവരല്ലേ, അതുകൊണ്ടാണ് മോള് അവരെ ഇട്ട് വരാത്തതും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ നീ ചെന്നിട്ട് ഇങ്ങനെ എല്ലാം മറന്ന് ദേഷ്യവും ഇതൊക്കെ മറന്നിട്ട് മോളെ സ്നേഹത്തോട് ചെന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതിന് എനിക്ക് എന്തായാലും പറ്റില്ല, ഞാൻ ആരുടെ മുന്നിലും തല കുനിച്ചൊന്നും നിൽക്കില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ ദേവയാനി പറയുന്നത്. എന്നാൽ പിന്നെ ഈ വീട് ഇതുപോലെ തന്നെ മൂകമായിട്ട് തന്നെ തുടരും എന്ന് പറയുന്നുണ്ടായിരുന്നു ജയനാണെങ്കിലും. പിന്നീട് ജയനാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യം പറയുന്നതുകൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത് എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കും, എന്താന്ന് ചോദിക്കും. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ നമ്മുടെ മോനൊക്കെ നിന്നേക്കാളും പ്രിയപ്പെട്ടത് ഇപ്പം നയനമോൾ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും ജയൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.